ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിടെക് സിംപ്ലിഫൈഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതേപോലെ അതിൻ്റെ സബ് ഡൊമൈൻസ് ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് എന്താണ്, ഡീപ്പ് ലേണിംഗ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫീഡ് ചെയ്ത ഡാറ്റയിൽ നിന്ന് എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാം ചെയ്യാതെ ലേൺ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഡാറ്റയിൽ നിന്നൊന്നും ലേൺ ചെയ്യാൻ സിസ്റ്റത്തിന് പറ്റൂല. നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് മാത്രമേ, അതായത് ഇപ്പോൾ നമ്മൾ കുറെ ഇഫ് കണ്ടീഷൻസ് കൊടുക്കുകയാണ്, അപ്പം അതിൽ നമുക്കൊന്നും ചേഞ്ച് വരുത്താൻ പറ്റൂല. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്ന സംഭവം സംഭവിക്കും. അതിനാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഷീൻ ലേണിംഗിൽ നമ്മൾ സിസ്റ്റത്തിനെ എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാം ചെയ്യാതെ, അതായത് ഇംപ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് വഴിയാണ് ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റം ലേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റം ഡാറ്റയിൽ നിന്ന് ലേൺ ചെയ്യുന്നത്, അതേപോലെ എന്ത് ടൈപ്പ് ഡാറ്റയിലാണ് ഈ മെഷീൻ ലേണിംഗ് സിസ്റ്റം ലേൺ ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പം 4 ടൈപ്പ് മെഷീൻ ലേണിംഗ് സിസ്റ്റങ്ങളാണുള്ളത്. ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, പിന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. നമ്മൾ സിലബസിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറിച്ചും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറിച്ചുമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്ന ഡാറ്റ, ആ ഡാറ്റയിൽ തന്നെ നമ്മൾ ഡിസൈഡ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഡിസൈഡ് സൊല്യൂഷനെയാണ് നമ്മൾ ലാബൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഫീഡ് ചെയ്യുന്ന ഡാറ്റയിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്, നമ്മൾ ഉപയോഗിച്ച ടെക്നിക്കാണ് നമ്മൾ എന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഈ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യും: ക്ലാസിഫിക്കേഷൻ മോഡലും റിഗ്രഷൻ മോഡലും. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ മോഡൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരുപാട് മെയിൽസ് വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ മെയിൽസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും: സ്പാം മെയിലും ഹാം മെയിലും. ഹാം മെയിൽ എന്ന് വെച്ചാൽ ഒരാൾക്ക് വരുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള മെയിൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാം മെയിൽസ് എന്ന് പറയുന്നത്. അതായത് ജെന്യൂൻ ആയിട്ടുള്ള മെയിൽസ് ആണ് ഹാം മെയിൽസ്. പിന്നെ സ്പാം മെയിൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ ഈ മെയിൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പാം ഫിൽട്ടർ യൂസ് ചെയ്യും. അതിന് നമ്മൾ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഒരുപാട് ഇഫ് കണ്ടീഷൻസ് ഒക്കെ വെച്ച് ഇന്ന വേർഡ് ഉണ്ടെങ്കിൽ ഒരു മെയിൽ സ്പാം ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഒരുപാട് മൾട്ടിപ്പിൾ നെസ്റ്റഡ് ഇഫ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതി വെക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ അയാളുടെ മെയിൽ സ്പാം ആയിട്ട് ഫ്ലാഗ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അയാൾ അതിലെ കീവേഡ്സ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ചേഞ്ച് വരുത്തുക എന്നുള്ളതും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരുപാട് മെയിൽസ് നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡലിലേക്ക്, സ്പാം ആയിട്ടുള്ളതും ഹാം ആയിട്ടുള്ള മെയിൽസും നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് ഫീഡ് ചെയ്യും. അങ്ങനെ ഈ മെഷീൻ ലേണിംഗ് മോഡലിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ സ്പാം മെയിൽസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഹാം മെയിൽസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഉള്ള എബിലിറ്റി നമ്മൾ ഈ മോഡലിന് കൊടുക്കും. അപ്പോൾ അതിന് നമ്മൾ ടിപ്പിക്കലി യൂസ് ചെയ്യുന്ന മോഡലാണ് ഈ ക്ലാസിഫിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്. അതേപോലെ വേറൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ തന്നെ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഡിസൈഡ് സൊല്യൂഷൻ. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആപ്പിളിൻ്റെ ഇമേജും അല്ലെ ഓറഞ്ചിൻ്റെ ഇമേജും കൊടുക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ മോഡൽ യൂസ് ചെയ്തിട്ട് ആപ്പിളിൻ്റെ ഇമേജ് ഒരു സെറ്റും ഓറഞ്ചിൻ്റെ ഇമേജ് വേറെ സെറ്റ് ആക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ലാബിൾഡ് ഡാറ്റ എന്ന് വെച്ചാൽ എന്താണ്, ഡിസൈഡ് സൊല്യൂഷൻ ഉള്ള ഡാറ്റയാണ് നമ്മൾ ലാബിൾഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിഗ്രഷൻ മോഡൽ എന്താന്ന് നോക്കാം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ഒരു ലെറ്റ്സ് ടേക്ക് ഫോർ എൻ എക്സാമ്പിൾ, ഒരു 10,000 ആൾക്കാർ വണ്ടി വാങ്ങി. അവർ വണ്ടി വാങ്ങുന്നത് ബ്രാൻഡ് നോക്കിയിട്ടും ആ വണ്ടിയുടെ മൈലേജ് നോക്കിയിട്ടൊക്കെ ആയിരിക്കും. ഈ ഏജ് എന്നുള്ളത് നമ്മൾ ഇവിടെ നോക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി അല്ല ഇവിടെ വാങ്ങുന്നത്. അപ്പോൾ ഈ മൈലേജും ബ്രാൻഡും വെച്ചിട്ട് നമ്മൾ
ഒരുപാട് പേര് വാങ്ങിയ ഡാറ്റ നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡലിന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മൈലേജും ബ്രാൻഡും വെച്ചിട്ട് പർട്ടിക്കുലർ പ്രൈസ് അതിനുണ്ടാവുമല്ലോ, അത് ഈ മെഷീൻ ലേണിംഗ് സിസ്റ്റം കണ്ടുപിടിക്കും ഈ നമ്മൾ കൊടുത്ത ഡാറ്റയിൽ നിന്ന്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത്. അതേപോലെ ഈ റിഗ്രഷൻ മോഡൽ നമുക്കിപ്പോൾ ഹോസ്റ്റൽ റെന്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇത്ര BHK ആണ് നമ്മളെ ഫ്ലാറ്റ്, അതേപോലെ ഇത്ര ആൾക്കാരുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത്ര പ്രൈസ് ആയിരിക്കും എന്നുള്ളൊരു ഡാറ്റാ സെറ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മളെ മെഷീൻ ലേണിംഗ് മോഡലിനെ കൊടുത്തിട്ട് അതിനെ നമ്മൾ റിഗ്രഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സാക്ട് പ്രൈസുകൾ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഏത് കേസിലായാലും ഇപ്പോൾ നമ്മളിപ്പോൾ 6 ആൾക്കാർക്ക് ഒരു പ്രൈസ്, അങ്ങനെ ആയിരിക്കുമല്ലോ സാധാരണ ഉണ്ടാവുക. അപ്പോൾ എത്ര ആൾക്കാർക്കും, ഇപ്പോൾ ഒരു ആൾക്കാർക്ക് എത്ര പ്രൈസ് വരും എന്നുള്ളത് ഈ റിഗ്രഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഇനി ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ചില അൽഗോറിതംസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. കെ നിയറസ്റ്റ് നൈബേഴ്സ്, ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, അതേപോലെ SVM, ഡിസിഷൻ ട്രീ ആൻഡ് റാൻഡം ഫോറസ്റ്റ്, ദെൻ ന്യൂറൽ നെറ്റ്വർക്ക്. ഇതിൽ നമ്മളെ സിലബസിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറയുന്നത് കെ നിയറസ്റ്റ് നൈബർ, അതേപോലെ ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, ന്യൂറൽ നെറ്റ്വർക്ക്സ്. ഈ 4 അൽഗോറിതംസ് നമ്മൾ വരുന്ന ലെക്ചർ സീരീസിൽ ഡിസ്കസ് ചെയ്യും. ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു മെഷീൻ ലേണിംഗ് മോഡലിന് ഫീഡ് ചെയ്യുന്ന ഡാറ്റ, നമ്മളതിന് കൊടുക്കുന്ന ഡാറ്റ അൺലേബിൾഡ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയില്ല എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ ഈ മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് ഫീഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയില്ലെങ്കിൽ അങ്ങനത്തെ ഡാറ്റയാണല്ലോ നമ്മൾ അൺലേബിൾഡ് എന്ന് പറയുന്നത്. ആ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്ലസ്റ്ററിങ്ങും പിന്നെ അസോസിയേഷനും. ഈ ക്ലസ്റ്ററിങ് മോഡലിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഉണ്ടല്ലോ, അതെന്താന്ന് നമുക്കറിയില്ല, പക്ഷെ ആ ഡാറ്റയിലുള്ള ഫീച്ചേഴ്സും സിമിലാരിറ്റീസിനൊക്കെ വെച്ചിട്ട് അതിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, ഈ ഗ്രൂപ്പ്സ് തന്നെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓർ ക്ലസ്റ്റേഴ്സ് ആക്കി ഈ മോഡൽ മാറ്റും. അതിനെയാണ് ഈ ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ഒരു ബ്ലൂ ഡാറ്റ സെറ്റ്, ഒരു ഗ്രീൻ ഡാറ്റ സെറ്റ്, പിന്നെ ഒരു റെഡ് ഡാറ്റ സെറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇത് കൊടുത്തതിന് ശേഷമുള്ള, അതായത് ഫീഡ് ചെയ്തിട്ട് നമുക്ക് മെഷീൻ ലേണിംഗ് സിസ്റ്റം തന്ന ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് ഇതെന്താന്ന് നമുക്കറിയില്ല. ഇതൊക്കെ ഒരു വൈറ്റ് ബോൾസ് ആണ് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അതിലെ ഫീച്ചേഴ്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ ഇങ്ങനെ ആക്കി മാറ്റിയതാണ് ഈ മെഷീൻ ലേണിംഗ് സിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് അസോസിയേഷൻ എന്താന്ന് ഡിസ്കസ് ചെയ്യാം. ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളെ സെയിൽസ് റെക്കോർഡ്സ് അയാളത്തുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ബ്രെഡ് വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യും, എഗ്ഗ് വാങ്ങും. അങ്ങനെ അയാൾ മനസ്സിലാക്കുകയാണ് ഈ സെയിൽസ് റെക്കോർഡ് വെച്ചിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അയാൾ എഗ്ഗും ബ്രെഡും അടുത്തടുത്തായിട്ട് പ്ലേസ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ഈ അസോസിയേഷൻ ലേണിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ടിപ്പിക്കലി സെയിൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇത് നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളെ സെയിൽസ് റെക്കോർഡ്സ് ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യും, അല്ലെ ഒരു മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനത്തെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അതിനൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിനാണ് ഈ അസോസിയേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ലെക്ചർ സീരീസുകളിൽ നമ്മൾ ഡിഫറെൻ്റ് അൽഗോറിതംസ് ഓഫ് സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.